നമസ്കാരം. പേവിഷബാധയേറ്റവർക്ക് നൽകുന്ന വാക്സിനിലും സിറത്തിലും യാതൊരു പ്രശ്നവുമില്ലെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പാർലമെന്റിൽ അറിയിച്ചതാണ് വിവരം. പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും പേവിഷബാധയേറ്റ് ജനങ്ങൾ മരിക്കുന്നതിനെക്കുറിച്ചുള്ള ഹാരിസ് ബീരാൻ ചോദ്യത്തിന് മറുപടി നൽകിയായിരുന്നു മന്ത്രി. കടിയേറ്റ ഭാഗം കൃത്യസമയത്ത് വൃത്തിയാക്കുന്നതിലുള്ള പിഴവ്, കുത്തിവയ്പ് എടുക്കുന്നതിലെ കാലതാമസം എന്നിവയാണ് പേവിഷബാധയേറ്റുള്ള മരണങ്ങൾക്ക് കാരണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞു. വാക്സിനേഷനെ കുറിച്ചുള്ള പരാതിയെ തുടർന്ന് 2022-2025 വർഷങ്ങളിൽ കേന്ദ്ര സംഘം കേരളത്തിലെത്തി പഠനം നടത്തിയിരുന്നു. കുത്തിവയ്പ് എടുത്ത ശേഷവും മരണമുണ്ടായ 35 കേസുകളാണ് പഠിച്ചത്. അതിൽ 29 കേസുകളിൽ കൃത്യസമയത്ത് കുത്തിവയ്പ് എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഡോസ് പൂർത്തിയാകാതിരിക്കുകയോ ചെയ്തു. രോഗലക്ഷണം തുടങ്ങിയ ശേഷമാണ് ഒരാൾ വാക്സിൻ എടുത്തത്. ആന്റി റാബിസ് വാക്സിനും സിറവും സെൻട്രൽ ഡ്രഗ് ലബോറട്ടറിയിൽ പരിശോധിച്ചെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ലഭ്യമായ കണക്കുകൾ പ്രകാരം ഈ വർഷം ആദ്യ 7 മാസം വരെ പേവിഷബാധയേറ്റുള്ള 23 മരണമാണ് സംസ്ഥാനത്തുണ്ടായത്. 11 എണ്ണം തെരുവ് നായയുടെ കടിയേറ്റുള്ളതാണ്, 4 എണ്ണം വളർത്തുനായയും 3 എണ്ണം പൂച്ചയുടെ കടിയേറ്റുമുള്ളതാണ്. കഴിഞ്ഞ വർഷം 26 പേവിഷബാധയേറ്റുള്ള മരണമാണ് ഉണ്ടായത്. ഇതിൽ 15 എണ്ണമാണ് തെരുവ് നായ കടിച്ചത് മൂലമുള്ള മരണം. 2016 മുതൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ വരെ സംസ്ഥാനത്ത് 146 പേർ പേവിഷബാധ മൂലം മരിച്ചു. 2022-ൽ 27 പേരാണ് പേവിഷബാധയെ തുടർന്ന് ജീവൻ വെടിഞ്ഞത്. മിക്ക മരണങ്ങൾക്കും കാരണമായത് കടിയേറ്റ ഭാഗമാണ്. തല, മുഖം, കഴുത്ത് എന്നിവിടങ്ങളിൽ കടിയേറ്റവരിൽ പ്രതിരോധ വാക്സിൻ എടുത്തവർക്കും മരണം സംഭവിച്ചു. ഈ ഭാഗത്ത് കടിയേറ്റാൽ വൈറസ് അതിവേഗം തലച്ചോറിനെ ബാധിക്കുന്നതാണ് കാരണം. തെരുവ് നായകളെ വന്ധ്യംകരിക്കുകയോ വാക്സിനേഷൻ ചെയ്യുകയോ ചെയ്യണമെന്ന സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ അതിവേഗം നടപടികൾ സ്വീകരിച്ചു വരികയാണ്. നായ്ക്കളെ പിടികൂടി വാക്സിൻ നൽകി തിരിച്ചറിയുന്നതിന് വേണ്ടി ചാപ്പ കുത്തി വീഴുന്ന നടപടികൾ പുരോഗമിച്ചു വരുന്നു. വാക്സിൻ എടുത്തിട്ടും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പേവിഷബാധ മൂലം മരിക്കുന്നത് സാധാരണയായിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഹാരിസ് ബീരാൻ MP വാക്സിന്റെ ആധികാരികതയിൽ സംശയം പ്രകടിപ്പിച്ച് ലോക്സഭയിൽ ചോദ്യം ഉന്നയിച്ചത്.